വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ എക്സാമിന് വരാൻ പോകുന്ന 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മുന്നിൽ നമ്മുടെ എക്സാം ഇതാ എത്തിക്കഴിഞ്ഞല്ലേ. വളരെ കുറച്ച് ദിവസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലുള്ളൂ. നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം 10-ാം തീയതിയാണ് അല്ലേ. ഉച്ചയ്ക്കാണ് എക്സാം. നിങ്ങൾ നന്നായിട്ട് എഴുതണം. നമ്മളെ കയ്യിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ തരും. ഓക്കെ, നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, പുതിയ സിലബസ് ആണ്, കുറേ പഠിക്കാനുണ്ട്. അതൊന്നും ആലോചിച്ചിട്ട് ഒരു ടെൻഷനും വേണ്ട. ഫിസിക്സിൽ വെറും 2 ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ നൽകും. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ 2 ചാപ്റ്റേഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കിയോ. ഇൻ റിലേഷൻ വിത്ത് റിഫ്രാക്ഷൻ ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് വൺ. അപവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ 3 ചിത്രങ്ങളിൽ ഏതാണ് ശരിയായിട്ടുള്ളത് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപവർത്തനം അല്ലെ. നമുക്കറിയാം, അപവർത്തനം സംഭവിച്ചാൽ എന്താണ്, അവിടെ ലൈറ്റിന് ഒരു വളവ് സംഭവിക്കും, ഒരു ബെൻഡിങ് ഉണ്ടാകും അല്ലെ. ഇവിടെ നോക്കിയോ, എയറിൽ നിന്നും എന്താണ് ലൈറ്റ് പോവാണ്. എങ്ങോട്ടാണ് പോകുന്നത്? വാട്ടറിലോട്ടാണ് പോകുന്നത് അല്ലേ. എന്താണ്, വായുവിൽ നിന്നും ജലത്തിലോട്ട് നമ്മുടെ ലൈറ്റ് പോവാണ്. ആ സമയത്ത് ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കും. ഓക്കെ, ബെൻഡിങ് ഇവിടെ സംഭവിക്കാത്ത ഒരു ചിത്രം ഉണ്ട് അല്ലേ. നോക്കിയോ, ഇവിടെ നോക്കിയോ, ലൈറ്റ് നേരെ അങ്ങോട്ട് പോവാ. അതൊരിക്കലും ന്യായമായ കാര്യമല്ല. അപ്പൊ ഇതെന്തായാലും തെറ്റാണ്. കാരണം എന്താ, ഇവിടെ നോക്കിയടാ, ലൈറ്റ് ഇങ്ങോട്ട് നേരെ പോവാ. അത് സംഭവിക്കില്ല അല്ലെ. ഒന്നുമില്ലെങ്കിൽ ഇങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ അല്ലെ നോർമലിനോട് അകലണം, ഒന്നുമില്ലെങ്കിൽ നോർമലിനോട് അടുക്കണം. ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കണം. ഇതൊട്ടും പോസിബിൾ അല്ല. സോ ഇത് നമ്മൾ എന്ത് ചെയ്യണം, തെറ്റിട്ട് കൊടുക്കണം അല്ലേ. ലൈറ്റ് ഇങ്ങനെ ചെരിഞ്ഞാണ് അല്ലേ. ലൈറ്റ് ചെരിഞ്ഞ് പതിച്ചു കഴിഞ്ഞാൽ അവിടെ ബെൻഡിങ് സംഭവിക്കണം. ഇവിടെ ബെൻഡിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിത്രം തെറ്റാണ്. അപ്പൊ ഇതിലേതോ ഒന്നാണ്. ഏതാണെന്ന് നമുക്ക് നോക്കാം അല്ലെ. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു സംഭവമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് മീഡിയംസ് ഉണ്ട്. നിങ്ങൾക്ക് പഠിക്കേണ്ടത് 4 മീഡിയംസ് ആണ് അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് അത്? ഓർഡർ ഞാനൊക്കെ പഠിച്ചത് എങ്ങനെയാണെന്നറിയോ? ഡെഗ്ലാ, വേ, വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്നെ. അതായത് ഇപ്പൊ നമ്മൾ പേര് വിളിച്ച് പോലെ, ഇപ്പൊ എൻ്റെ പേര് മുഫീദ, മുഫീദ വാ എന്ന് പറയുന്ന പോലെ അല്ലെ. അരുണിമ വാ, അശ്വതി വാ അല്ലെ. നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി വിളിക്കൂലേ, വാ എന്ന് പറയില്ല അമ്മമാരെ. അതുപോലെ കേട്ടോ, അതുപോലെ ഒരു പേരാണ് ഡെഗ്ലാവേ വാ കേട്ടോ. ഡഗ്ലാവേ വാ എന്ന് പറഞ്ഞ് പഠിക്കാം. ഡേ ഫോർ ഡയമണ്ട് ആണ്, ഗ്ലാ ഫോർ ഗ്ലാസ് ആണ്, വേ ഫോർ വെള്ളമാണ്, വാ ഫോർ വായു ആണ് കേട്ടോ. ഇംഗ്ലീഷിൽ എഴുതി തരാം. ഡയമണ്ട്, ഗ്ലാസ്, വാട്ടർ ആൻഡ് എയർ. ദിസ് ഈസ് ദി ഓർഡർ. എന്താണ് ഇതിൻ്റെ ഓർഡർ എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഡെൻസിറ്റി ഏറ്റവും കൂടിയ ആളാണ് ഡയമണ്ട്. അത് കുറഞ്ഞ ഡെൻസിറ്റി അല്ലെ, അതിലും കുറവുള്ള ഡെൻസിറ്റി ഉള്ള ആളാണ് ഗ്ലാസ്. അത് കഴിഞ്ഞാൽ പിന്നെ വാട്ടർ. അത് കഴിഞ്ഞാൽ പിന്നെ എയറിനാണ് ഡെൻസിറ്റി വളരെ കുറവായിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഡെൻസിറ്റി ഏറ്റവും കൂടിയ ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൻസർ മീഡിയം. എന്താണ് ഡെൻസർ എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക. ഡെൻസിറ്റി കൂടിയത്. ഡെൻസിറ്റി വളരെ കുറവായിട്ടുള്ള എയറിനൊക്കെ നമ്മൾ റെയറർ എന്നാ പറയുക. റെയറർ കേട്ടോ, റെയർ. ഓക്കെ, ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഡയമണ്ടിൽ നിന്നും അല്ലെ, ഡയമണ്ട് എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്നും വാട്ടർ എന്ന മീഡിയത്തിലോട്ടാണ് ലൈറ്റ് റേ പോകുന്നതെന്ന് വിചാരിച്ചോ. ഇവിടെ ഡയമണ്ട് ആണ്, ഇവിടെ വാട്ടർ ആണ്. അപ്പോൾ ഡയമണ്ടിൽ നിന്നും വാട്ടറിലോട്ടാണ് നമ്മുടെ ലൈറ്റ് റേ പോരുന്നത് വിചാരിച്ചോ. എന്തായാലും അവിടെ എന്ത് സംഭവിക്കണം? ഒരു വളവ് സംഭവിക്കണം അല്ലെ. ഒരു വളവ് എന്തായാലും അവിടെ സംഭവിച്ചേ പറ്റൂ അല്ലെ. അതെങ്ങോട്ടാണ് എന്നുള്ളതാണ്, ഇങ്ങനെയാണോ അതോ ഇങ്ങനെയാണോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെ. അതായത് നോർമലിനോട് അടുത്തേക്കാണോ നോർമലിൽ നിന്നും അകന്നോട്ടാണോ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ്, ഡയമണ്ടിൽ നിന്നും വാട്ടറിലോട്ട് അല്ലെ, വാട്ടറിലോട്ട് വരികയാണ്. അപ്പൊ ഡയമണ്ട് എന്താണ്, ഭയങ്കര ഡെൻസർ ആണല്ലേ. ഡെൻസിറ്റി വളരെ കൂടിയ ആളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഡെൻസർ മീഡിയം എന്നാ പറയാം. വാട്ടറോ, ഡയമണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടറിന് ഡെൻസിറ്റി വളരെ കുറവാണ്. ഡെൻസിറ്റി കുറവുള്ള ആളെ നമ്മൾ എന്താ വിളിക്കുക? റെയറർ മീഡിയം എന്ന് വിളിക്കും. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ടാണ് നമ്മുടെ ലൈറ്റ് റേ പോകുന്നതെങ്കിൽ അല്ലേ, ഡെൻസറിൽ നിന്നും റെയറിലോട്ടാണ്. ഇവിടെ ഡെൻസർ, ഇവിടെ റെയറർ. ഡെൻസർ റെയറർ എന്നൊക്കെ പറയുമ്പോൾ മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കണം. ഡെൻസിറ്റി കൂടിയതിൽ നിന്നും കുറവിലോട്ടാണ് നമ്മളുടെ ലൈറ്റ് റേ പോകുന്നതെങ്കിൽ ലൈറ്റിന് എന്താ സംഭവിക്കുക? ലൈറ്റ് റേ എപ്പോഴും എന്താ ചെയ്യുക? ഇതാണ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ നോർമലിൽ നിന്നും അല്ലെ, സാധാരണഗതിയിൽ ഇങ്ങനെയാണ് ലൈറ്റ് റേ പോകേണ്ടിയിരുന്നത്. പക്ഷെ ബെൻഡിങ് സംഭവിക്കുന്ന ഭാഗമായിട്ട് നോർമലിൽ നിന്നും അകന്നു പോകും
അല്ലെ, നോർമലിൽ നിന്നും അകന്നു പോകും. എവേ ഫ്രം ദ നോർമൽ എന്നാണ് പറയുക, ലംബത്തിൽ നിന്നും അകന്നു പോകും. ഇനി നേരെ തിരിച്ചല്ലേ, അതായത് എയറിൽ നിന്നും നമ്മുടെ ലൈറ്റ് റേ ഡയമണ്ടിലോട്ടാണ് പോകുന്നതെന്ന് വിചാരിച്ചോ. എയർ എന്താണ്, റെയറർ മീഡിയം ആണ് അല്ലെ, ഡെൻസിറ്റി വളരെ കുറഞ്ഞ മീഡിയം ആണ്, റെയറർ മീഡിയം ആണ്, റെയറർ ആണ്. ഡയമണ്ടോ ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ്, അത് നമ്മൾ പറയും ഡെൻസർ മീഡിയം അല്ലെ. അപ്പൊ റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റാ സംഭവിക്കുക. ഇതാണ് നമ്മളുടെ അല്ലെ, ഇതാണ് നമ്മളുടെ എയർ, ഇത് നമ്മളെ ഡയമണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ലംബത്തിനോട് അടുക്കും എന്നാ പറയുക, ലംബത്തിനോട് ഇങ്ങനെ അടുത്ത് ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അടുത്ത് വരികയാണ് ചെയ്യുക. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കണം. സോ ഹിയർ നമുക്ക് എന്താ ഉള്ളത് നോക്കിയേ, ഇവിടെ നമുക്ക് എന്താ ഉള്ളത്, എയറിൽ നിന്നും വാട്ടറിലോട്ടാണ് ലൈറ്റ് റേ പോകുന്നത് അല്ലേ, എയറിൽ നിന്നും വാട്ടറിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, അതൊരു റെയറർ മീഡിയം ആണ് അല്ലെ, ഡെൻസിറ്റി സാധാരണ വളരെ കുറവുള്ളൊരു മീഡിയം ആണ്. അതിൽ നിന്നും വാട്ടർ അല്ലെ, നമ്മുടെ എയറിനെ കമ്പയർ ചെയ്യുമ്പോൾ വാട്ടർ ഡെൻസിറ്റി കൂടിയ മീഡിയം ആണ് അല്ലെ, ഡെൻസർ മീഡിയത്തിലോട്ടാണ്. അപ്പം റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ടാണ് ലൈറ്റ് റേ വരുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുക, എപ്പോഴും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ലംബത്തോട് അടുക്കും അല്ലെ, എപ്പോഴും ടുവേർഡ്സ് ദ നോർമൽ ആയിരിക്കും. എന്താണ്, ലംബത്തോട് അടുക്കും, ടുവേർഡ്സ് ദി നോർമൽ, ടുവേർഡ്സ് ദി നോർമൽ. ഇവിടെ എന്താണ് ഉള്ളത് നോക്കിയോ, ഫസ്റ്റ് ചിത്രം എന്താണ്, ഇതാണ് നമ്മുടെ നോർമൽ എന്ന് പറഞ്ഞാൽ. അപ്പം എന്താണ്, ലൈറ്റ് റേ വന്നു കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്ക അല്ലെ, അകന്ന് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തെറ്റാ. എന്താ വേണ്ടത്, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് വരണം. അപ്പോൾ നോക്കിയോ, ഇത് നോക്കിയോ, അടുത്ത് വന്നിട്ടുണ്ട് അല്ലേ. സോ ഹിയർ ബി ഈസ് ദി റൈറ്റ് ആൻസർ. സെറ്റാണെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. കാരണം ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട് നമുക്കതിൽ. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലൈക്ക് ജനറൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. പക്ഷേ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ കുറച്ചുകൂടെ സ്ട്രെസ് നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കും, സ്ട്രെസ് മീൻസ് കുറച്ചുകൂടെ അറ്റൻഷൻ നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ പഠിക്കുമ്പോൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, നോക്കിയോ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഗ്രാഫ്സ് ഗിവൺ ബിലോ. താഴെ 4 ഗ്രാഫുകൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങൾ എഴുതാനാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫുകൾ നോക്കണം. ഏത് ഗ്രാഫാണ്, ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് അല്ലേ. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ എക്സ് ആക്സിസിന് ഇങ്ങനെ പാരലൽ ആയിട്ടാണ് ലൈന് കിടക്കുന്നതെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാര്യം പറയണം, വളരെ സിമ്പിളായിട്ട് പറയണം, 1 2 3 സെക്കൻഡ് വിചാരിച്ചു, അത് 10 20 30 അങ്ങനെ മേലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്, 20. രണ്ടാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ്, 20 അല്ലേ. മൂന്നാമത്തെ സെക്കൻഡിൽ എത്ര വെലോസിറ്റി, 20. എല്ലായിടത്തും വെലോസിറ്റി സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ് അല്ലേ. വെലോസിറ്റി എല്ലായിടത്തും കോൺസ്റ്റന്റ്, വെലോസിറ്റി ഒരേപോലെയാണ്. അങ്ങനെയുള്ള മോഷന് നമ്മൾ പറയുന്ന പേരാണ് സമപ്രവേഗം എന്ന് പറയില്ല. എല്ലായിടത്തും ഒരുപോലെയാണ്, യൂണിഫോം വെലോസിറ്റി എന്നാണ് പറയുന്നത് അല്ലേ, യൂണിഫോം വെലോസിറ്റി. ഈ രണ്ടാമത്തെ ഗ്രാഫിലോട്ട് മൂന്നാമത്തെ ഗ്രാഫിലോട്ട് വന്ന് നോക്കാം നിങ്ങൾ കേട്ടോ. അതിൽ മൂന്നാമത്തെ ഗ്രാഫ് നോക്കിയടാ, എന്താണ്, വെലോസിറ്റി കൂടി പോവാണ് അല്ലേ. നമ്മൾ ബൈക്കിലൊക്കെ പോകുന്ന സമയത്ത് സ്പീഡ് ഇങ്ങനെ കൂട്ടുക അല്ലേ. നമ്മൾ സ്പീഡ് കൂട്ടാൻ നമ്മൾ എന്താ കൊടുക്കുക, ആക്സിലറേറ്റർ കൊടുക്കും അല്ലേ. ആക്സിലറേറ്റർ എന്ന് കൊടുക്കുക സ്പീഡ് കൂട്ടാൻ. അപ്പോൾ സ്പീഡ് എന്താണ്, കൂടി അങ്ങ് പോവുക അല്ലേ. ആക്സിലറേഷൻ അപ്പോൾ ഇവിടെ നടക്കുന്നത് അല്ലേ, ഒരേപോലെയാണ് കൂടുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യൂണിഫോം ആക്സിലറേഷൻ്റെ ഗ്രാഫാണ് കേട്ടോ. നിങ്ങൾ കോർഡിനേറ്റ്സിന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഇങ്ങനെ കറക്റ്റ് ഒറിജിനിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഒരു ലൈൻ ഉണ്ടെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ്റെയാണ്, സമത്വരണത്തിൻ്റെയാണ് കേട്ടോ. ഇനി ഈ ഗ്രാഫാണെങ്കിൽ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, വെലോസിറ്റി കുറഞ്ഞു വരികയാണ് അല്ലേ. സ്പീഡ് കുറഞ്ഞു വരുന്നത് നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ ആക്സിലറേഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. എന്തായിരുന്നു, റിട്ടാർഡേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയും അതിനെ ഡീസലറേഷൻ എന്നൊക്കെ പറയും കേട്ടോ. മന്ദീകരണത്തിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇത് യൂണിഫോം റിട്ടാർഡേഷൻ, സമമന്ദീകരണം, അല്ലെങ്കിൽ നിങ്ങൾ മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന പോയിന്റ് അവിടെ വന്നാലും മതി കേട്ടോ. യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് ഒരേ തോതിൽ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് കേട്ടോ യൂണിഫോം റിട്ടാർഡേഷൻ, സമമന്ദീകരണം. ഇനി നാലാമത്തെ ഗ്രാഫ് നിങ്ങൾ നോക്കണം. ഇവിടെ എസും ടി ആണ് കേട്ടോ. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ടൈം ഏതാണ് 1 2 3 4 അല്ലെ, 10 20
നിങ്ങൾക്ക് കൺഫ്യൂഷൻ നിങ്ങൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അങ്ങനെ വെറുതെ കോർഡിനേറ്റ്സിന് എഴുതി കൊടുക്കുക. ഒന്നാമത്തെ സെക്കൻഡിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 30 മീറ്റർ ആണ്. രണ്ടാമത്തെ സെക്കൻഡിൽ എത്രയാണ് ഡിസ്പ്ലേസ്മെന്റ്? 30 മീറ്റർ. മൂന്നാമത്തെ സെക്കൻഡിൽ എല്ലായിടത്തും സെയിം അല്ലേ, വണ്ടി അനങ്ങുന്നില്ല നമുക്ക് മനസ്സിലായി. ദാറ്റ് മീൻസ് ഇതെന്താണ്? റെസ്റ്റ് ആണ് കേട്ടോ. റെസ്റ്റ്, നിശ്ചലാവസ്ഥന്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോർഡിനേറ്റ്സ് ഏതാണ്. ഇത് 1, 2, 3 വെലോസിറ്റിയും ടൈമും ആയിരുന്നു. നാലാമത്തത് ഡിസ്പ്ലേസ്മെന്റും ടൈമും ആയിരുന്നു. സ്ഥാനാന്തരവും സമയവുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതേ കാര്യം അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എപ്പോഴും ചോദിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. നോക്കിയോ, ഐഡന്റിഫൈ ദ റീജിയൻ അല്ലേ. നിങ്ങൾ നോക്കിയോ, ഇവിടെ OABC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇങ്ങനെ OA എന്താണ്, AB എന്താണ്, BC എന്താണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം അല്ലേ, നമ്മളോട് പറയാണ്. നോക്കി ഫസ്റ്റ് ഗ്രാഫിൽ നോക്കിയോ OA അല്ലെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നും കൂടെ അവിടെ ശ്രദ്ധിക്കണം. അതിൽ OA എന്ന് പറയുന്നതാണ് വെലോസിറ്റി ഒരേപോലെ കൂടി വരികയാണ് അല്ലെ. വെലോസിറ്റി സ്പീഡ് കൂടുന്നത് നമ്മൾ പറയുന്ന പേരാണ് ആക്സിലറേഷൻ, ത്വരണം അല്ലെ. അപ്പോൾ OA ആണ് നമ്മളുടെ ത്വരണം അല്ലെ, OA. നെക്സ്റ്റ് കേസിൽ നോക്കിയോ, AB എന്താണ്? AB ഒരേപോലെ, AB ഇങ്ങനെ പാരലായിട്ട് കിടക്കല്ലേ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരികയാണെങ്കിൽ, എങ്ങനെ കിടക്കുകയാണെങ്കിൽ എന്താണ് അതെന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും അല്ലെ. യൂണിഫോം വെലോസിറ്റി, സമപ്രവേഗമായിരിക്കും എന്ന് ഓൾറെഡി പഠിച്ചു. അപ്പം ഈ 4 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കമ്പൈൻ ചെയ്ത ഗ്രാഫുകൾ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അത് എടുത്തെഴുതാൻ വളരെ ഈസിയാണ്. നെക്സ്റ്റ് നോക്കിയോ, എന്താണ്? വെലോസിറ്റി സ്പീഡ് കുറഞ്ഞു വരികയാണ്. സ്പീഡ് കുറയുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡീസലറേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് ടെക്സ്റ്റ് ബുക്കിൽ റിട്ടാർഡേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. മന്ദീകരണം. അപ്പോൾ അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇത് BC, ഇതാണെങ്കിൽ AB. സെറ്റ് അല്ലേ? റെഡി? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയോ, എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ 10 meter by second square. Find the velocity of the car after 10 seconds അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം? കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. ഫ്രം റെസ്റ്റ്, നിശ്ചലാവസ്ഥ എന്ന് കണ്ടാൽ പ്രത്യേകം നിങ്ങൾ മാർക്ക് ചെയ്യണം. നിശ്ചലാവസ്ഥ അല്ലെ, ഫ്രം റെസ്റ്റ് അല്ലെങ്കിൽ ടു റെസ്റ്റ് ഒക്കെ നിങ്ങളവിടെ മാർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ്. നെക്സ്റ്റ്, വിത്ത് ആൻ ആക്സിലറേഷൻ 10 തന്നിട്ടുണ്ട്. പിന്നെയോ ടൈമും ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് സ്റ്റെപ്പ് കാര്യങ്ങൾ എടുത്തെഴുതുക. ഫ്രം റെസ്റ്റ് അല്ലെ, നിശ്ചലാവസ്ഥയിൽ നിന്ന് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, അവിടെയുള്ള U 0 ആണെന്നാണ് തന്നിട്ടുള്ളത്. എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം 0 ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നെക്സ്റ്റ്, ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. A = എന്താണ്? A 10 meter by second square ആണ് തന്നിട്ടുള്ളത് അല്ലേ. പിന്നെ അതിൻ്റെ വെലോസിറ്റി നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ടൈം തന്നിട്ടുണ്ട്, അത് 10 സെക്കൻഡ് ആണ്. സിമ്പിൾ. വിയും എയും യുവും ടിയും ഒക്കെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. V = U + AT. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും, ഇതിപ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കുന്ന സമയത്ത് ആദ്യം ആ 3 ഇക്വേഷനും എന്ത് ചെയ്യുക? ഒരു പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ കാര്യങ്ങൾ എടുത്ത് ചെയ്തതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ആ പേപ്പറിലോട്ട് നോക്കുക. ഇതിൽ കൊടുത്ത ആൾക്കാർ ഏത് ഇക്വേഷനാണ് ഉള്ളത് നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ V = 0 + 10 × 10 ദാറ്റ് ഇസ് ഈക്വൽ ടു 100. വെലോസിറ്റിൻ്റെ യൂണിറ്റ് ആണ് മീറ്റർ ബൈ സെക്കൻഡ്. സോ നമുക്ക് കിട്ടി 100 മീറ്റർ ബൈ സെക്കൻഡ്. നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഇതിൻ്റെ ആൻസർ എഴുതണം കേട്ടോ. ഞാൻ നോക്കും, നിങ്ങളുടെ ഒരു ബേസ് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. സോ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂടെ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുന്നുണ്ട്. റിട്ടാർഡേഷൻ മന്ദീകരണം കേട്ടോ. മന്ദീകരണം അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആക്സിലറേഷൻ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ തന്നെ വേറൊരു പേര് പറയും, ഡീസലറേഷൻ എന്നൊക്കെ പറയും. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഇതിൻ്റെ യൂണിറ്റും എന്താണ്? മനസ്സിലാക്കണം കേട്ടോ. ഒരു കാര്യം പറഞ്ഞുതരാം, രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആണെന്നുള്ള പോയിന്റാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. സോ എന്താണ് ആ യൂണിറ്റ് എന്നുള്ളത് നിങ്ങൾ എഴുതണം. രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആണ്. എക്സാമിന് തല തിരിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, രണ്ടിൻ്റെ യൂണിറ്റ് സെയിം ആണ്. പക്ഷെ ഏതാണ് ആ പറയപ്പെട്ട യൂണിറ്റ്? അതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യണത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.